നമ്മൾ എന്താണ് ലിനക്സ് എന്ന് പറഞ്ഞു അല്ലെ. ലിനക്സിന്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു? ഒരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് ലിനക്സ് അല്ലെ. ഫ്രീ ആണെന്ന് പറയാൻ കാരണം എന്താ? അതാണ് ഓപ്പൺ സോഴ്സ്. ഫ്രീ എന്ന് പറഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റ്, നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാതെ എന്ത് ചെയ്യാം, ഇന്റർനെറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ അതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുവരെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ് നമുക്ക് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻസ് നോക്കാം. അതായത് ലിനക്സ് എന്ന് പറഞ്ഞാൽ അതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതിന്റെ പല പല വേർഷൻ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഫോണിനൊക്കെ ആണെങ്കിലല്ലേ സാംസങ് ഗാലക്സി, അതിന്റെ തന്നെ പല പല വേർഷൻസ് നമ്മൾ പിന്നെ യൂസ് ചെയ്യും ഇല്ലേ. അപ്പൊ അതുപോലെ ലിനക്സിന്റെ അകത്തും ആ ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഓരോ ഡിസ്ട്രിബ്യൂഷനിൽ ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ ഷോർട്ടായിട്ട് ഡിസ്ട്രോ എന്നും കൂടെ പറയും. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഷോർട്ടായിട്ട് പറയുന്നതാണ് ഡിസ്ട്രോ എന്നും കൂടെ പറയും. അത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ലിനക്സ് കേർണൽ പ്ലസ് കളക്ഷൻ ഓഫ് സോഫ്റ്റ്വെയറും അതിന്റെ യൂട്ടിലിറ്റീസും എല്ലാം കൂടെ ഒന്നിച്ചു വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ലിനക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. കേർണൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കേർണൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ശരി, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹാർട്ടിനെയാണ് നമ്മൾ കേർണൽ എന്ന് പറയാം. അപ്പോൾ ആ കേർണലിന്റെ കൂടെ തന്നെ കുറെ സോഫ്റ്റ്വെയർസും അതുപോലെ അതിന് ആവശ്യമായിട്ടുള്ള യൂട്ടിലിറ്റീസും എല്ലാം കൂടെ ഒന്നിച്ചു വരുന്നതിന് പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ലിനക്സിനെ തന്നെ GNU ലിനക്സ് എന്നും കൂടെ പറയാറുണ്ട്. GNU ലിനക്സ് തന്നെയാണ് നമ്മൾ സിംപ്ലി ലിനക്സ് എന്നാണ് അതിന് പറയാറ്. പക്ഷേ GNU ലിനക്സ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്പറേറ്റീവ് ലിനക്സ് കേർണലും അതിന്റെ കൂടെ GNU ടൂൾസും കൂടെ ഒന്നിച്ചു വരുന്നതാണ് GNU ലിനക്സ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ പൊതുവെ യൂസ് ചെയ്യുമ്പോൾ വെറും ലിനക്സ് എന്നാണ് നമ്മളത് പറയാറുള്ളത്. ക്ലിയർ അല്ലേ? ഞാൻ ഇതിന്റെ കൂടെ ജസ്റ്റ് ആഡ് ചെയ്തെന്നുള്ളൂ. ഈ GNU ഫുൾ ഫോം ചോദിച്ച് കണ്ടിട്ടുണ്ട്. GNU എന്ന് പറഞ്ഞാൽ GNU's നോട്ട് യൂണിക്സ്. ജസ്റ്റ് ഫുൾ ഫോം ഒന്ന് നോക്കി വെക്കാം. അപ്പൊ GNU ലിനക്സ് എന്ന് പറഞ്ഞാൽ ലിനക്സ് തന്നെയാണ്, അതിന് പറയുന്ന മറ്റൊരു പേരാണ് GNU ലിനക്സ്. അത് ലിനക്സിന്റെ കൂടെ അതിന്റെ ടൂൾസും കൂടെ ഒന്നിച്ചു വരുന്നതാണ് GNU ലിനക്സ്. അപ്പൊ നമ്മൾ വെറും ലിനക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫയൽ മാനേജ്മെന്റ് അതെല്ലാം ചെയ്യാനുള്ള ആ ഒരു ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു ഫംഗ്ഷൻസ് എല്ലാം കൂടെ കൂടി വന്നതാണ് ലിനക്സ് എന്ന് പറഞ്ഞാൽ. പക്ഷെ ലിനക്സിന്റെ കൂടെ അതിന് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറും യൂട്ടിലിറ്റീസ് എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ അതെന്തേ ഉള്ളൂ, കറക്റ്റ് ആയിട്ട് നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അതിന്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ലിനക്സിന് ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. ഈ ഡിസ്ട്രിബ്യൂഷൻസ് എല്ലാം കൂടെ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ മാത്രമേ ലിനക്സിന് കറക്റ്റ് ആയിട്ട് വർക്കിംഗ് പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ലിനക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻസ് ആണ് ഉബുണ്ടു, ലിനക്സ് മിന്റ്, DBN, റെഡ് ഹാറ്റ് അല്ലെങ്കിൽ CentOS, ഫെഡോറ ആൻഡ് കാളി. ഓക്കെ, ഇത്രയാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ലിനക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ. ഇത് ഓരോരുത്തരുടെ പർപ്പസ് അനുസരിച്ചിട്ട് നമ്മൾ ഏത് വേർഷൻ ആണോ വേണ്ടത് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഏതൊക്കെയാണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻസ് പറഞ്ഞു നോക്കിയേ. ഏതൊക്കെയാണ് ലിനക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻസ്? ഏതൊക്കെയാണ്? ഉബുണ്ടു, ഞാൻ പേര് വിളിക്കണ ലിനക്സ് മിന്റ്, DBN, റെഡ് ഹാറ്റ് എന്റർപ്രൈസ്, ഫെഡോറ ആൻഡ് കാളി. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെ പിക്ചർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഉബുണ്ടുവിന്റെ ഒരു ലോഗോ ഉണ്ടാവില്ല, നമ്മൾ ഏതൊരു ഡിസ്ട്രിബ്യൂഷൻ ആണ് അതിന്റെ ഒരു ലോഗോ ഉണ്ടാവും. ഇതാണ് ഉബുണ്ടു. പിന്നെ അതുപോലെ ലിനക്സ് മിന്റിൻ്റെതാണ് ഇത്. പിന്നെ DBNന്റെ ലോഗോ ആണിത്. ഇത് റെഡ് ഹാറ്റ്, ഇത് ഫെഡോറ, പിന്നെ ഇത് കാളി ലിനക്സ്. ഓക്കെ, നമുക്ക് ഓരോന്നും എന്താന്ന് നോക്കാം.
വിസിബിൾ അല്ലേ ഇത്? കാണുന്നില്ലേ? ഫസ്റ്റ് വേർഷനാണ് ഉബുണ്ടു. ഉബുണ്ടു എന്ന് പറയുന്നത് 2004 ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഉബുണ്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിനക്സിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ പേരാണ് ഉബുണ്ടു എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് ഈസി ആയിട്ടുള്ള ഗ്രാഫിക്കൽ ലിനക്സ് ഡെസ്ക്ടോപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ കൂടെ തന്നെ കമാൻഡ് വെച്ചിട്ടും ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞതിന് GUI ഉണ്ട്, അതുപോലെ CUI ഇന്റർഫേസ് ഉണ്ട് ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, അതുപോലെ ഗ്രാഫിക്സ് പിക്ചേഴ്സ് വെച്ചിട്ട് നമുക്ക് ഓരോന്നും ക്ലിക്ക് ചെയ്തിട്ടും ചെയ്യാം, അല്ലെങ്കിൽ കമാൻഡ്സ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു വെൽ നോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഉബുണ്ടു എന്ന് പറയുന്നത്. ലിനക്സിന്റെ നമ്മൾ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് ഉബുണ്ടു എന്ന് പറയുന്നത്. അതിന്റെ അകത്ത് തന്നെ ഒരുപാട് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് ഒക്കെ നമുക്ക് ഈ ഉബുണ്ടുവിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. അതായത് മൈക്രോസോഫ്റ്റ് വേർഡ്, പവർ പോയിന്റ്, എക്സൽ ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. പക്ഷെ ഉബുണ്ടുവിന്റെ കേസിൽ അതിൽ നമ്മൾ സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട്, അതായത് ഉബുണ്ടു വേർഷന്റെ കൂടെ തന്നെ ഇൻബിൽട്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാൾഡ് ആപ്സ് ഒക്കെ ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇതാണ് അതിന്റെ ആ ഒരു ഡെസ്ക്ടോപ്പിന്റെ എൻവയോൺമെന്റ് വരിക. അതായത് ഇപ്പൊ നമ്മൾ മൈക്രോസോഫ്റ്റ് വിൻഡോസ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഡെസ്ക്ടോപ്പ് ഉണ്ടല്ലോ, അതുപോലെ ഉബുണ്ടുവിന്റെ ഒരു എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനി ഉബുണ്ടു യൂസ് ചെയ്യുന്ന ആ ഡെസ്ക്ടോപ്പ് എൻവയോൺമെന്റിന് പറയുന്ന പേരാണ് ജീനോം 2. അതായത് ഈ കാണുന്ന ഈ ഒരു എൻവയോൺമെന്റ് നമ്മൾ ആ യൂസർ ഇന്റർഫേസ് ചെയ്യുന്ന ആ ഒരു എൻവയോൺമെന്റിനെ പറയുന്ന ഡെസ്ക്ടോപ്പിന് പറയുന്ന പേരാണ് ജീനോം 2 ഡെസ്ക്ടോപ്പ് എൻവയോൺമെന്റ് ആണ് ഉബുണ്ടു യൂസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യ കാലങ്ങളിലാണ് ഇത് ജീനോം 2 യൂസ് ചെയ്തിരുന്നത്. ഇപ്പൊ ഉബുണ്ടു അവരുടേതായ ഒരു ഡെസ്ക്ടോപ്പ് എൻവയോൺമെന്റ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പ്രത്യേകത ഓരോ 6 മാസത്തിനും എന്ത് ചെയ്യും, ഇതിങ്ങനെ ഓരോ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഉബുണ്ടുവിന്റെ പല പല വേർഷൻസ് ഇറക്കാറുണ്ട്. ക്ലിയർ അല്ലേ? പറഞ്ഞ ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഉബുണ്ടു എന്ന് പറഞ്ഞത് എന്താ ലിനക്സിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ്. 2004 ഇത് വന്നിട്ടുള്ളത്. അതിന് ജീനോം 2 ഡെസ്ക്ടോപ്പ് ആണ്. അതായത് ഡെസ്ക്ടോപ്പ്, ഈ ഒരു ഡെസ്ക്ടോപ്പിന്റെ എൻവയോൺമെന്റിനെ പറയുന്ന പേരാണ് ജീനോം 2. പിന്നെ എല്ലാ 6 മന്തിലും അത് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പാൻഡ് ചെയ്ത് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് അവര് ഇറക്കാറുണ്ട്. നമ്മൾ നോർമലി സ്മാർട്ട് ഫോണില്, ടാബ്ലറ്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഉബുണ്ടുവിന്റെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിനക്സ് ആണ് സ്മാർട്ട് ഫോണിലൊക്കെ യൂസ് ചെയ്യുന്നത്. ആ ലിനക്സിന്റെ തന്നെ ഉബുണ്ടു വേർഷൻ ആണ് അധികം സ്മാർട്ട് ഫോണിലൊക്കെ യൂസ് ചെയ്ത് കാണുന്നത്. നെക്സ്റ്റ് വേർഷൻ ആണ് ലിനക്സ് മിന്റ്. മിന്റ് എന്ന് പറഞ്ഞാലും നമ്മളെന്താ ഉബുണ്ടു ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് ലിനക്സ് മിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഉബുണ്ടുവിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോ ഉബുണ്ടുവിലുള്ള എല്ലാ പാക്കേജസും മിന്റിലും കൂടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യകാലങ്ങളിൽ ഉബുണ്ടുവിന് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് മിന്റ് യൂസ് ചെയ്തിരുന്നത്. പിന്നെ അതിൻ്റെതായ കുറെ ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ മിന്റ് പിന്നെ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഓക്കെ, ഇതിന്റെ ഉബുണ്ടുവിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാല് ഇത് യൂസർ ഫ്രണ്ട്ലി ആണ്, അതുപോലെ ലൈറ്റ് വെയിറ്റ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ ഡെയിലി യൂസിനൊക്കെ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിന്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രീ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരുപാട് ടൂൾസും ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. ഇതാണ് ലിനക്സ് മിന്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് DBN. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഉബുണ്ടു പറഞ്ഞു, ലിനക്സ് മിന്റ് പറഞ്ഞു, നെക്സ്റ്റ് ആണ് DBN. DBN എന്ന് പറഞ്ഞത് 93 DBN, അതായത് ഉബുണ്ടു ലിനക്സ് മിന്റ് ഒക്കെ വരുന്നതിന്റെ മുന്നേ വന്ന ഒരു വേർഷനാണ് DBN എന്ന് പറയുന്നത്. ഈ DBN ആണ് പിന്നെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ ഉബുണ്ടു മിന്റു ആക്കി എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ ഒക്കെ ഏറ്റവും ഫസ്റ്റ് വേർഷൻ എന്ന് പറഞ്ഞാൽ ആദ്യ കാലങ്ങളിൽ യൂസ് ചെയ്തിരുന്നതാണ് DBN എന്ന് പറയുന്നത്. അതിൽ പിന്നെ കുറെ എക്സ്ട്രാ ഫീച്ചേഴ്സും ഫംഗ്ഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ DBN എന്ന് പറയുന്ന മീൻസ് ഉബുണ്ടു മിന്റ് എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ DBN നിന്നും ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ആദ്യ കാലങ്ങളിൽ ഒരു സ്റ്റേബിൾ ആയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു ലിനക്സിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആണ് DBN എന്ന് പറയുന്നത്. ഉബുണ്ടു എന്ന് പറയുന്നത് എന്താ DBN ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അത് DBN കുറെ ഫീച്ചേഴ്സും ഒക്കെ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഡെവലപ്പ് ചെയ്തതാണ് ഉബുണ്ടു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ DBN തന്നെ നമ്മൾ പറഞ്ഞു പല വേർഷൻസ് ആണ് ഉബുണ്ടു,
ലിനക്സ് മിന്റ്, ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു ടോയ് സ്റ്റോറി എന്ന് പറയുന്ന മൂവി, ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. അതിലെ ഓരോ ക്യാരക്ടേഴ്സിന്റെ പേര് വെച്ചിട്ടാണ് ഇവർ ഇതെല്ലാം എന്ത് കൊടുക്കുന്നത്, ഈ ഓരോ ഡിസ്ട്രിബ്യൂഷൻസിനും ഓരോ പേര് കൊടുക്കുന്നത്. ഉബുണ്ടു, മിന്റ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു മൂവിയിലുള്ള ക്യാരക്ടേഴ്സിന്റെ നെയിമാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ഓരോ പേര് അതിന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഡീബിയൻ എന്ന് പറഞ്ഞാൽ ഒരു ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ് ഡീബിയൻ. അതായത് ഡീബിയൻ ആണ് ആദ്യം വന്നത്, അതിന് ശേഷമാണ് നമ്മൾ നേരത്തെ നോക്കിയ ഉബുണ്ടു, ലിനക്സ്, മിന്റ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അത് സാധാരണ സെർവേഴ്സിനും അതിലൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഡീബിയൻ ആണ്. പിന്നെ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആണ്. പിന്നെ കമ്മ്യൂണിറ്റി ഡ്രിവൺ ആണ്. കമ്മ്യൂണിറ്റി ഡ്രിവൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതർ ഇത് ഉബുണ്ടു, അതേപോലെ നമ്മുടെ കാളി, ലിനക്സ്, മിന്റ്, ഇതിന്റെ ഒക്കെ ബേസ് എന്ന് പറയുന്നത് ഏതാണ്, ഡീബിയൻ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ആദ്യം ഡീബിയൻ വന്നു, അതിനുശേഷമാണ് ഉബുണ്ടു വന്നത്, പിന്നെ വന്ന ഡിസ്ട്രിബ്യൂഷൻ ആണ് ലിനക്സ്, മിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് റെഡ് ഹാറ്റ് എന്റർപ്രൈസ് അല്ലെങ്കിൽ സെന്റോഎസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലിനക്സിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് റെഡ് ഹാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് RHEL എന്ന് പറയുന്ന അതേപോലെ ഫെഡോറ എന്ന് പറയുന്ന രണ്ട് ഓർഗനൈസേഷന്റെ അണ്ടറിലാണ് ഈ റെഡ് ഹാറ്റ് എന്റർപ്രൈസ് വരുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് റിലീസ് ചെയ്യുന്നതിന്റെ മുന്നേ ഒരുപാട് ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് റിലീസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ നമ്മളിപ്പോ ഇത് ഈ റെഡ് ഹാറ്റിന്റെ പ്രത്യേകത, ഇത് നമുക്ക് പർച്ചേസ് ചെയ്യണം, കാശ് കൊടുത്തിട്ട് വാങ്ങിക്കുകയാണ് ചെയ്യാറുള്ളത്. അത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 7 years വരെ നമുക്ക് എന്ത് ചെയ്യാം, അവരതിനുള്ള സപ്പോർട്ട് ഫുള്ള് തരും. എന്തെങ്കിലും ഇപ്പൊ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിലും അതെല്ലാം നമുക്ക് 7 years വരെ അതിന്റെ റിലീസിന് ശേഷമുള്ള സപ്പോർട്ട് എല്ലാം തരും. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജീസ് ഒക്കെയാണ് ഈ ഫെഡോറ അല്ലെങ്കിൽ റെഡ് ഹാറ്റിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ട്രേഡ് മാർക്ക് യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ സോഫ്റ്റ്വെയർ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതിരിക്കാൻ. ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കാശ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അത് വെറുതെ അതിന്റെ വീണ്ടും പല ആൾക്കാർ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ട്രേഡ് മാർക്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ തന്നെ ട്രേഡ് മാർക്ക് ഇല്ലാതെ വർക്ക് ചെയ്യുന്നതാണ് സെന്റോഎസ്. ഓക്കെ, സെന്റോഎസ് എന്ന് പറയുന്നത് ഈ റെഡ് ഹാറ്റ് എന്റർപ്രൈസിന്റെ തന്നെതാണ്. ഇതിന്റെ എല്ലാ ട്രേഡ് മാർക്കും ഒഴിവാക്കിയിട്ട് ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് സെന്റോഎസ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഫ്രീ വേർഷൻ ആണ് സെന്റോഎസ്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ല? അപ്പൊ റെഡ് ഹാറ്റ് എന്ന് പറഞ്ഞാൽ ആലോചിക്കുക, കൊമേഴ്ഷ്യൽ പർപ്പസിനാണ്. അതായത് വലിയ വലിയ ഓർഗനൈസേഷനിൽ, വലിയ കമ്പനീസിലൊക്കെ അവരുടെ ഇപ്പൊ നമുക്ക് വലിയ ആമസോൺ അതുപോലെ അല്ലെങ്കിൽ TCS എന്നൊക്കെ പറഞ്ഞിട്ട് മൾട്ടിനാഷണൽ കമ്പനീസിലൊക്കെയാണ് നമ്മൾ റെഡ് ഹാറ്റിന്റെ ഇത് യൂസ് ചെയ്യുക. കാരണം അത് അത്രയും സെക്യൂർ ആവണം അവിടുത്തെ ഡാറ്റാസ് ഒക്കെ. അപ്പൊ അങ്ങനത്തെ കേസിലാണ് സെക്യൂരിറ്റി ഒക്കെ കൂടുതലായി വരുന്ന കേസിലാണ് നമ്മൾ റെഡ് ഹാറ്റ് എന്റർപ്രൈസ് പർച്ചേസ് ചെയ്യുക. അപ്പൊ അതിനകത്ത് ട്രേഡ് മാർക്ക് ഉണ്ട്, അതുകൊണ്ട് തന്നെ കാശ് കൊടുത്ത് വാങ്ങിക്കണം. അപ്പൊ അതിന്റെ തന്നെ ഫ്രീ ആയിട്ടുള്ള വേർഷൻ അവൈലബിൾ ആണ്, അതാണ് സെന്റോഎസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ സിസ്റ്റത്തിന്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്ക് ബാങ്കിങ് അല്ലെ, പിന്നെ അതേപോലെ മിലിറ്ററി പർപ്പസ്, എയറോപ്ലെയിന്, അങ്ങനത്തെ കേസുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഈ റെഡ് ഹാറ്റ് എന്റർപ്രൈസ് ആണ് അധികം അവർ യൂസ് ചെയ്യുക. അതായത് കുറച്ചും കൂടെ സെക്യൂർ ആണ്. അതുപോലെ തന്നെ അപ് ടു 10+ years ഓഫ് അപ്ഡേറ്റ്സ്, അതായത് പുതിയ പുതിയ അപ്ഡേറ്റ്സ് അവർ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 10 വർഷത്തിലധികം അതിനുള്ള സപ്പോർട്ട് അവർ തരുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് സെക്യൂരിറ്റി ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇത്. അതാണ് ക്രിട്ടിക്കൽ സിസ്റ്റംസിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ക്രിട്ടിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കേസിൽ ഇനി അതിൽ പെയ്ഡ് ടെക്നിക്കൽ സപ്പോർട്ട് ഉണ്ട്. നമുക്ക് കാശ് കൊടുത്താൽ അതിനെ ടെക്നിക്കലി അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാങ്കില്, ഗവൺമെന്റ്സ്, എന്റർപ്രൈസസ്, ഇതിലൊക്കെയാണ് നമ്മൾ നോർമലി റെഡ് ഹാറ്റ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഈ നെക്സ്റ്റ് വരുന്ന ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫെഡോറ. ഓക്കെ, ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയറിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഫെഡോറലാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ ഉബുണ്ടുവിനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡെസ്ക് ടോപ്പ് എൻവയോൺമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ജിനോം 2 എന്നാണ് ഈ ഒരു ഡെസ്ക് ടോപ്പിന്റെ പറയുന്ന പേര്. ഓരോ വേർഷനും ഓരോ ഡെസ്ക് ടോപ്പ് എൻവയോൺമെന്റ് ഉണ്ടാവും. പക്ഷെ ഈ ഫെഡോറിന്റെ കേസിൽ അതിനായിട്ടുള്ള ഒരു ഡെസ്ക് ടോപ്പ് എൻവയോൺമെന്റ് ഇല്ല. പക്ഷെ ഇത് എന്ത് ചെയ്യും, ഡിഫോൾട്ട് ആയിട്ട് ജീനോം 3 ഡെസ്ക് ടോപ്പ് എൻവയോൺമെന്റ് ആണ് യൂസ് ചെയ്യുക. ഇത് റെഡ് ഹാറ്റിന്റെ ഒരു എൻവയോൺമെന്റ് ആണ് ഫെഡോറയും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലെസ് സ്റ്റേബിൾ ആണ്,
അധികം സ്റ്റേബിൾ അല്ല ഫെഡോറ എന്ന് പറയുന്നത്. അതായത് എറേഴ്സ് ഒക്കെ വരാനുള്ള ചാൻസ് ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഒക്കെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതിലാണ്? ഫെഡോറയിലാണ്. അതായത് പുതിയ കേണല്, പുതിയ സോഫ്റ്റ്വെയർസ് ഒക്കെ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ ആദ്യം കൊണ്ടുവരുന്നത് ഫെഡോറയിലാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ആക്ട് ആസ് അപ്സ്ട്രീം ഫോർ റെഡ് ഹാറ്റ് എന്റർപ്രൈസ്, അതായത് റെഡ് ഹാറ്റിന്റെ ആ എൻവയോൺമെന്റ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്. SC ലിനക്സ് വെച്ചിട്ടാണ് ഇത് സെക്യൂർ ആവുന്നത്. ആ ടേം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ഡെവലപ്പർ ഫ്രണ്ട്ലി ആണ്. അതുപോലെ പൈത്തൺ, ജാവ, സി എന്നൊക്കെ പറയുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. ഇങ്ങനെയുള്ള ലാംഗ്വേജസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫെഡോറ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ജീനോം ഡെസ്ക്ടോപ്പ് എക്സ്പീരിയൻസ് ആണ്. ആ ഡെസ്ക്ടോപ്പ് എൻവയോൺമെന്റിന്റെ പേരാണ് ജീനോം. നേരത്തെ പറഞ്ഞ ജീനോം 3 ആണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? ഇത്രയാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ കാളി എന്നുള്ള പേര് ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്തെന്നുള്ളൂ. ഇത് സാധാരണ സൈബർ സെക്യൂരിറ്റി പർപ്പസ് ഒക്കെ കൂടുതലായിട്ട് വരുന്ന കേസിലാണ് നമ്മൾ കാളി എന്ന് പറയുന്ന ലിനക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഏതൊക്കെയാണ് ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസ്? ഉബുണ്ടു, ലിനക്സ് മിന്റ്, ഡെബിയൻ, റെഡ് ഹാറ്റ്, ഫെഡോറ ആൻഡ് കാളി. സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, ലിനക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻസ് ചോദിക്കാറുണ്ട്. 3 പോയിന്റ്സ് എഴുതാം. നെക്സ്റ്റ് ആണ് ലിനക്സും വിൻഡോസും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാ നോക്കാം. ലിനക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞൊരു പോയിന്റ് എന്തായിരുന്നു? ലിനക്സിന്റെ പ്രത്യേകത എന്താ? ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് ലിനക്സ് എന്ന് പറഞ്ഞാൽ അല്ലെ. അതായത് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യും ചെയ്യാം. അതിന്റെ സോഴ്സ് കോഡ് ഓപ്പൺ ആണ്. അപ്പൊ ആർക്ക് വേണമെങ്കിലും എഡിറ്റ് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, നേരെ മറിച്ച് വിൻഡോസ് എങ്ങനെയായിരുന്നു? അത് ഫ്രീയും അല്ല, ഓപ്പൺ സോഴ്സും അല്ല. ഓക്കെ, അത് പക്ഷെ ലിനക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ വിൻഡോസ് ആണ് കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഓക്കെ, പിന്നെ വിൻഡോസിന് നമുക്കൊരു മാർക്കറ്റബിൾ പാക്കേജ് ആണ്, എക്സ്പെൻസീവ് ആണ്. വിൻഡോസ് ലിനക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തുണ്ട്? കോസ്റ്റ് കൂടുതലാണ്. ലിനക്സ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാ നോക്കാം. ലിനക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓപ്പൺ സോഴ്സ് ആണ്, ഫ്രീ ആണ്. വിൻഡോസ് ഓപ്പൺ സോഴ്സും അല്ല, ഫ്രീയും അല്ല. ലിനക്സ് ഫ്രീ ആണ്. ഇതെന്താ? വിൻഡോസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്, നമ്മൾ കാശ് കൊടുത്ത് പർച്ചേസ് ചെയ്യുന്ന വേണം. ഇനി ലിനക്സിന്റെ സോഴ്സ് കോഡ് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനെ ആൾട്ടർ ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് സോഴ്സ് കോഡ് ഒരിക്കലും അവൈലബിൾ അല്ല. ലിനക്സ് വിൻഡോസിനെ കമ്പയർ ചെയ്യുമ്പോൾ ലിനക്സ് ഫാസ്റ്റ് ആണ്. വിൻഡോസ് സ്ലോ ആണ്. പിന്നെ ഇറ്റ് ഈസ് റിലയബിൾ, ഇറ്റ് ഈസ് അൺറിലയബിൾ. ഇവിടെ എറേഴ്സ് ഒക്കെ വരാനുള്ള ചാൻസ്, അതായത് സെക്യൂരിറ്റി കൂടുതലാണ് ലിനക്സിൽ. അപ്പൊ എറേഴ്സിന്റെ ചാൻസ് കുറവാണ് ലിനക്സിൽ. വിൻഡോസിന്റെ കേസിൽ എറേഴ്സ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, പിന്നെ ഇതിന്റെ അകത്ത് തന്നെ വൈഡ് വെറൈറ്റി ഓഫ് ഫ്രീ സോഫ്റ്റ്വെയർ, നമുക്ക് ഒരുപാട് ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ലിനക്സിന്റെ ഉള്ളിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെയും നമുക്ക് വിൻഡോസിലൊക്കെ മെയിൻ ആയിട്ട് വീഡിയോ ഗെയിംസ് അതിനൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. വിൻഡോസ് ഹാവ് ലാർജ് കളക്ഷൻ ഓഫ് വീഡിയോ ഗെയിംസ് ആണ് വരുന്നത്. ഇനി ഈ ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസ് ഒരിക്കലും യൂസറിന്റെ ഡാറ്റ കളക്ട് ചെയ്യുന്നില്ല. നേരെ മറിച്ച് വിൻഡോസിന്റെ കേസിൽ നമ്മുടെ ഇൻഫർമേഷൻ, ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും സോഫ്റ്റ്വെയർ പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ യൂസർ നെയിം, നമ്മുടെ പേരും നമ്മുടെ ഫോൺ നമ്പറൊക്കെ ചോദിക്കാറുണ്ട്. ലിനക്സിന്റെ കേസിൽ അങ്ങനെ നമ്മുടെ യൂസേഴ്സ് എന്നുള്ള ഡാറ്റ അവർ കളക്ട് ചെയ്യാറില്ല. വിൻഡോസിന്റെ കേസിൽ ഡാറ്റ കളക്ട് ചെയ്യാറുണ്ട്. അപ്പൊ കുറച്ചും കൂടെ പ്രൈവസി നമുക്ക് കുറച്ചും കൂടെ കിട്ടുന്നത് ഏതിലാണ്? ലിനക്സിന്റെ കേസിലാണ്. ഓക്കെ, ഇപ്പൊ ലിനക്സ് നമ്മൾ ഹാക്കിംഗ് പർപ്പസിന് ഒക്കെ നമ്മൾ സാധാരണ ഒരു സിസ്റ്റം ഹാക്ക് ചെയ്യില്ലേ, അതിനൊക്കെ നമ്മൾ ലിനക്സ് ആണ് യൂസ് ചെയ്യുക. വിൻഡോസ് അങ്ങനെ അത്രയും ഹാക്കിങ്ങിൽ അത്രയും എഫിഷ്യന്റ് അല്ല. കാരണം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രൈവസി കൺസേൺ വരുന്ന കാരണം അത്ര ഹാക്കിങ്ങിന് വേണ്ടി അത്ര അധികം യൂസ് ചെയ്യാറില്ല. പിന്നെ ലിനക്സിന് എന്ത് ചെയ്യുക, കുറച്ചും കൂടെ സെക്യൂരിറ്റി കൂടുതലാണ്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇൻഫർമേഷൻ ഒന്നും ഇവിടെ കളക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് കുറച്ചും കൂടെ സെക്യൂർ ആണ്. ഇവിടെ വിൻഡോസ് ലെസ് സെക്യൂർ ആണ്. ഇനി ലിനക്സ് മോർ എഫിഷ്യന്റ് ആണ്. വിൻഡോസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്ററും കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ലിനക്സ് വെച്ചിട്ടാണ്. വിൻഡോസ് അത്രയും എഫിഷ്യന്റ് അല്ല. ക്ലിയർ അല്ലേ? ഇത്രയും പറഞ്ഞ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ആണ് ലിനക്സിന്റെ ബേസിക് കമാൻഡ്സ്. നമ്മൾ ഡോസിന്റെ കുറച്ച് കമാൻഡ്സ് ഒരു ടേബിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ലേ?
അതായത് ഇത് കമാൻഡ് ലൈൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പൊ ജസ്റ്റ് ഇത് നിങ്ങളെ കമാൻഡ്സ് എന്താണ്, അതിന്റെ പർപ്പസ് എന്താ, അതിന്റെ ഫംഗ്ഷൻ എന്താന്നുള്ളത് നോക്കട്ടെ. അതൊക്കെ നമ്മൾ ലാബിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഓരോ കമാൻഡ്സും പറഞ്ഞു പോകുന്നുള്ളൂ. ഫസ്റ്റ് കമാൻഡ് ആണ് CD. അത് ഡയറക്ടർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ആണ് PWD, പ്രിന്റ് വർക്കിംഗ് ഡയറക്ടറി. നമ്മളിപ്പോ കറന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഡയറക്ടറി ഏതാണോ അതറിയാൻ വേണ്ടിയിട്ടാണ് PWD യൂസ് ചെയ്യുക. ലിസ്റ്റ് LS എന്ന് പറഞ്ഞാല് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറക്ടറിയുടെ അണ്ടറിൽ ഏതൊക്കെ ഫയൽസ് ആണ് വരുന്നത് അതറിയാൻ വേണ്ടിയിട്ടാണ് LS എന്നുള്ളത് യൂസ് ചെയ്യുക. ഓക്കെ, ഇതെല്ലാം നമ്മൾ കമാൻഡ് വെച്ച് ചെയ്യുന്നതാണ്. ഇതെന്താ കമാൻഡ്സ് എന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? അതിലിപ്പോ നോർമലി നമ്മളിപ്പോ ഞാനിപ്പോ ഇതിന് പേജ് എടുത്ത് ഇപ്പൊ ഞാൻ CD എന്ന് പറഞ്ഞ എന്താ, ചേഞ്ച് വർക്കിംഗ് ഡയറക്ടറി അല്ലേ പറഞ്ഞത്. അതായത് ഇപ്പൊ ഞാനിപ്പോ D ആണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പോ ചേഞ്ച് ചെയ്യണമെങ്കിൽ നേരെ ഞാൻ എന്ത് ചെയ്യും, ജസ്റ്റ് ഇയിൽ പോയി ഡബിൾ ക്ലിക്ക് ചെയ്യുക ചെയ്യണത് അല്ലേ ചെയ്യുന്നത്. കാണുന്നില്ലേ നിങ്ങക്ക്? അപ്പൊ D ആണെങ്കിൽ ഞാൻ ജസ്റ്റ് അതിമ പോയി ഡബിൾ ക്ലിക്ക് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇതിപ്പോ ഞാൻ GUI വെച്ചിട്ടാണ് ചെയ്യുന്നത്, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. അതായത് മൗസും കീബോർഡും വെച്ചിട്ടാണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത്. ഈ സെയിം കാര്യം തന്നെ നമുക്ക് കോഡ് വഴി ചെയ്യുന്നതാണ് നമ്മൾ കമാൻഡ് വെച്ച് ചെയ്യാൻ. CUI നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനും വേണ്ടി ഇപ്പൊ ഈ ഡയറക്ടറി ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് പോയി, ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യാ, GUI അല്ലാതെ കമാൻഡ് വെച്ച് ചെയ്യാനുള്ള കോഡാണ് നമ്മൾ ഈ പറഞ്ഞ CD. ക്ലിയർ അല്ലേ പറഞ്ഞത്? എന്താന്ന് മനസ്സിലായ? അത് കോഡ് വഴി ചെയ്യാം. അതാണ് CD. ഇപ്പൊ ഡോക്യുമെന്റ്സിലേക്കാണ് പോകണ്ടെങ്കിൽ CD ഡോക്യുമെന്റ്സ് കൊടുക്കുക. PWD എന്ന് പറഞ്ഞാൽ നമ്മൾ കറന്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറക്ടറി ഏതാണ് അതിന്റെ പാത്ത് അറിയാൻ വേണ്ടിയിട്ട്. LS എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫയൽസ് എല്ലാം ലിസ്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഫോൾഡർ എടുത്താൽ ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൾഡറിന്റെ അടിയിലുള്ള എല്ലാ ഫയൽസും നമുക്ക് കാണാൻ പറ്റും അല്ലെ. നേരെ മറിച്ച് കമാൻഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ LS ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. LS -L എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ ലിസ്റ്റിങ്ങും കാണിക്കും. -A കൊടുത്താൽ അതിൽ ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഫയൽസും ഡയറക്ടറീസും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കും. നെക്സ്റ്റ് ആണ് MKDIR എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഫോൾഡർ ഡയറക്ടറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് MKDIR സ്പേസ് ഫോൾഡറിന്റെ നെയിം കൊടുക്കുക. ഇനി RMDIR എന്ന് പറഞ്ഞാൽ നമ്മളൊരു empty ആയിട്ടുള്ള ഡയറക്ടറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RMDIR കൊടുക്കുന്നത്. ശ്രദ്ധിക്കുക, ഡയറക്ടറി എപ്പോഴും റിമൂവ് ചെയ്യേണ്ട ഫോൾഡർ എപ്പോഴും empty ആവണം, അതിനകത്ത് ഒന്നും ഉണ്ടാവരുത്. അപ്പൊ മാത്രമേ നമുക്ക് RMDIR യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, എന്തെങ്കിലും ആ ഫോൾഡറിന്റെ അകത്ത് ഫയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഫയൽസിനെ ആദ്യം റിമൂവ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, RMDIR കൊടുക്കാൻ. നെക്സ്റ്റ് CP എന്ന് പറഞ്ഞാൽ ഒരു ഫയലിൽ നിന്ന് മറ്റൊരു ഫയലിലേക്ക് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് MB എന്ന് പറഞ്ഞാൽ ഒരു ഫയലിൽ നിന്ന് മറ്റൊരു ഫയലിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. RM എന്ന് പറഞ്ഞാൽ ഒരു ഫയലിലോ അല്ലെങ്കിൽ ഡയറക്ടറിയോ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ RM. ഓക്കെ, അത് ശ്രദ്ധിക്കുക. RMDIR എന്ന് പറഞ്ഞാൽ ഒരു ഫോൾഡർ റിമൂവ് ചെയ്യാന്, വെറും RM എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫയലിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ RM നമുക്ക് പിന്നെ കൺഫർമേഷൻ ഒന്നും തരില്ല. അപ്പൊ നമ്മൾ ഓരോ ഫയൽ ഡിലീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഡിലീറ്റ് ചെയ്യാൻ. അപ്പൊ നിങ്ങൾ RM കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതെന്തായി, ഫുള്ള് ഡിലീറ്റ് ആയി പോകും. CAT എന്ന് പറഞ്ഞാൽ ഒരു ഫയലിലെ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് CAT എന്ന് പറയുന്നത്. കോൺകാറ്റിനേറ്റ് എന്ന് പറയാം. ഒരു ഫയലിലെ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് CAT. നെക്സ്റ്റ് ആണ് CHON കമാൻഡ്, അതുപോലെ CHGRP. CHON എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓണർഷിപ്പ്. അതായത് ഒരു ഫയലിന്റെ ഓണർഷിപ്പ് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ചില ഫയലുകൾ നമുക്ക് ചിലപ്പം റീഡ് ചെയ്യാൻ പറ്റും, റൈറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. ചിലപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക. റീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫയൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. റൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് അതിൽ എഡിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ. എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തിട്ട് റൺ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരുപാട് പെർമിഷൻസ് ഉണ്ട്. ആ പെർമിഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് CHON കമാൻഡ് എന്ന് പറയുന്നത്. CHGRP എന്ന് പറഞ്ഞത് ആ ഗ്രൂപ്പിന്റെ ഓണർഷിപ്പ് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഫയലിന്റെ ഓണർഷിപ്പ് ആയിരുന്നു, ഇവിടെ ഗ്രൂപ്പിന്റെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് CHGRP. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് നിങ്ങളെ ഓരോ കമാൻഡായിട്ട് ചിലപ്പോൾ 3 മാർക്കിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സിലബസിൽ ലിനക്സ് കമാൻഡ്സ് മാത്രമായിട്ട് കണ്ടിട്ടില്ല. നമുക്ക് ഡോസിന്റെ കമാൻഡ്സ് ആണ് പഠിക്കാനുള്ളത്. പക്ഷെ ഇത് എക്സാമിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട് 3 മാർക്കിന് 5 മാർക്കിനൊക്കെ. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് നോക്കി വെക്കട്ടെ. പിന്നെ ലാബിൽ നിങ്ങൾക്ക് അതായത് സെന്റേഴ്സ് ഒന്ന്
കാണിച്ചു തരുന്നുണ്ടാവും എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പൊ ഒന്നും കൂടെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇതിന്റെ അകത്ത് എനിക്ക് ലിനക്സ് ഇല്ല, OS ഇല്ല, അതുകൊണ്ട് എനിക്കിത് ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? പറ്റുകയാണെങ്കിൽ ഞാനൊരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് സിസ്റ്റം കോൺഫിഗറേഷൻ. സിസ്റ്റം കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാല് ഒരു സിസ്റ്റത്തിന്റെ സ്പെസിഫിക്കേഷനും എല്ലാം കൂടെ ഒന്നിച്ച് പറയുന്നതിന് പേരാണ് സിസ്റ്റം കോൺഫിഗറേഷൻ. അതായത് ഒരു കമ്പ്യൂട്ടറിന്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവും. അതായത് കമ്പ്യൂട്ടറാണ് നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ കമ്പ്യൂട്ടറിന് നമ്മൾ കുറെ മദർ ബോർഡിലുള്ള കുറെ കമ്പോണൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് മൊഡ്യൂളിൽ. ഏതൊക്കെയായിരുന്നു സിസ്റ്റത്തിന്റെ കമ്പോണൻസ്? ഏതൊക്കെയാണ്? മദർ ബോർഡിൽ എന്തൊക്കെ പാർട്സ് ഉണ്ടാവല്? അതിന്റെ CPU, പ്രോസസ്സർ ഉണ്ടാവും. പിന്നെ ഇൻപുട്ട് ഡിവൈസ് മദർ ബോർഡിനുള്ളിലാണോ ഉണ്ടാവുക? മദർ ബോർഡിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റാം, റോം, പ്രോസസ്സർ, ഹാർഡ് ഡിസ്ക് അല്ലെ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഒരു മദർ ബോർഡിൽ ഉണ്ടാവുക. അതിനെല്ലാം കൂടെ ഒന്നിച്ച് പറയുന്ന പേരാണ്, ഒന്ന് മ്യൂട്ട് ചെയ്യട്ടാ, ഒന്നിച്ച് പറയുന്ന പേരാണ് അതിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഹാർഡ്വെയർ കമ്പോണൻസ് എല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ അതിന്റെ സോഫ്റ്റ്വെയറും എല്ലാം കൂടെ ഒന്നിച്ച് പറയുന്ന പേരാണ് ഒരു സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഏത് ടൈപ്പ് ഓഫ് ഡിവൈസ് ആണ് അതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്, ഏത് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അതിനുള്ളത്, അതൊക്കെയാണ് നമ്മുടെ സിസ്റ്റം കോൺഫിഗറേഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ മൈക്രോസോഫ്റ്റ് വിൻഡോസിന് അതിന്റെ സിസ്റ്റം സ്പെസിഫിക്കേഷൻ പറയുന്ന പേരാണ് മൈക്രോസോഫ്റ്റ് സിസ്റ്റം കോൺഫിഗറേഷൻ യൂട്ടിലിറ്റി, അല്ലെങ്കിൽ MS കോൺഫിഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിന്റെ അകത്ത് സിസ്റ്റം കോൺഫിഗറേഷൻ എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? കൺട്രോൾ പാനലിൽ പോവാ. കൺട്രോൾ പാനൽ കിട്ടാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുക? സ്റ്റാർട്ടിൽ പോവാ. ഇപ്പൊ ചില സിസ്റ്റത്തിൽ ഇവിടെ ആയിരിക്കും സ്റ്റാർട്ട് കിടക്കുന്നുണ്ടാവട്ടെ. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ചിട്ട് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ പോയിട്ട് കൺട്രോൾ പാനൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ, കാണുന്നില്ലേ? നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിനകത്ത് സിസ്റ്റം എന്ന് പറയുന്ന ഒരു മെനു കാണാം, സിസ്റ്റം. ഓക്കെ, ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ലാപ്ടോപ്പാണ്, ഈ ലാപ്ടോപ്പിന്റെ പേര് എന്താണെന്നുള്ളത്, ആ ഡിവൈസിന്റെ പേര്, അതായത് ലാപ്ടോപ്പിന്റെ പേര്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ലാപ്ടോപ്പിന്റെ പേര് ചേഞ്ച് ചെയ്യാം. പ്രോസസ്സർ, ഓക്കെ, നമ്മൾ പറഞ്ഞ പ്രോസസ്സറിന്റെ കമ്പനീസ് ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഏതൊക്കെയായിരുന്നു മൈക്രോ പ്രോസസ്സറിന്റെ കമ്പനി നെയിമുകൾ? ഫസ്റ്റ് മൊഡ്യൂള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടാ? ഇന്റല് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇന്റല്, AMD ഇതൊക്കെയാണ് പ്രൊസസ്സറിന്റെ കമ്പനി നെയിമുകൾ. മോട്ടറോള, ഇതിലിപ്പോ നമ്മൾ AMD റൈസൺ ആണ് നമ്മൾ ഈ ഒരു ലാപ്പിൽ യൂസ് ചെയ്യുന്നത്. റാമിന്റെ കപ്പാസിറ്റി നമ്മൾ പറഞ്ഞ മെമ്മറി കപ്പാസിറ്റി ബൈറ്റ്സ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഇവിടെ 8 GB ആണ് ഇതിന്റെ മെമ്മറി കപ്പാസിറ്റി. ഈ ഡിവൈസിന്റെ ID, പ്രൊഡക്റ്റിന്റെ ID, സിസ്റ്റത്തിന്റെ ടൈപ്പ്, ഇത് എത്ര ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, പിന്നെ പെന്നോ ടച്ചോ യൂസ് ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ വിൻഡോസിന്റെ സ്പെസിഫിക്കേഷൻസ്, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇവിടെ വിൻഡോസ് 11 ആണ്. ഇതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതിൽ യൂസ് ചെയ്യുന്നത്. വിൻഡോസിന്റെ എഡിഷൻ വിൻഡോസ് 11 ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ലിനക്സിന്റെ അകത്ത് പറഞ്ഞ ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതുപോലെ ഇവിടെ ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് വിൻഡോസിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതിന്റെ വേർഷൻ വിൻഡോസ് 11 ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതെന്നാണ് ഇൻസ്റ്റാൾ ചെയ്തത്, അതിന്റെ കാര്യങ്ങളും ഒക്കെയാണ് ഇതിന്റെ അകത്ത് ഉണ്ടാവുക. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കട്ടാ, എങ്ങനെ എടുക്കാന്നുള്ളത്. കൺട്രോൾ പാനലിൽ പോവുക, പിന്നെ സിസ്റ്റം ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആ സിസ്റ്റത്തിന്റെ സ്പെസിഫിക്കേഷൻ കിട്ടും. ലാബിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? വേറെ രീതിയിൽ എടുക്കാം. ഇപ്പൊ ദിസ് PC അല്ലെങ്കിൽ നിങ്ങളെ മൈ കമ്പ്യൂട്ടർ ഏതാണോ ഉള്ളത് അത് എടുക്കുക. ആദ്യമേ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിൽ ജസ്റ്റ് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോഴും നമുക്ക് നേരെ ഈ സിസ്റ്റത്തിലേക്കാണ് പോണത്. ഓക്കെ, അങ്ങനെ എടുക്കട്ടാ. ദിസ് PC റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസ്. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ. ഞാൻ അതെല്ലാം നിങ്ങളുടെ നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. ഓക്കെ, ക്ലിയർ അല്ലേ?
അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സിസ്റ്റം സ്പെസിഫിക്കേഷൻ എടുക്കാൻ സാധിക്കും. ഓക്കെ, അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. സ്റ്റാർട്ട് മെനുവിൽ പോവാ, പിന്നെ സെർച്ച് കൺട്രോൾ പാനൽ സെലക്ട് ചെയ്യാം. ആക്സസ് സിസ്റ്റം ആൻഡ് സെക്യൂരിറ്റി, ചിലതിൽ സിസ്റ്റം ആൻഡ് സെക്യൂരിറ്റി എന്നുണ്ടാവുക, ചില പഴയ വേർഷനിലാണെങ്കിൽ സിസ്റ്റം ആൻഡ് സെക്യൂരിറ്റി ഉണ്ടാവും. വിൻഡോസ് 11 ഒക്കെ ആണെങ്കിൽ സിസ്റ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അതാണ് സിസ്റ്റം കോൺഫിഗറേഷൻ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ഹാർഡ് ഡിസ്ക് പാർട്ടീഷൻ. ഹാർഡ് ഡിസ്ക് എന്തിനു വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഹാർഡ് ഡിസ്ക് നമ്മൾ എന്തിനാ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഹാർഡ് ഡിസ്ക് പ്രൈമറി മെമ്മറി ആണോ സെക്കൻഡറി മെമ്മറി ആണോ? സെക്കൻഡറി മെമ്മറി ആണ്. എന്ത് വേണ്ടിയിട്ടായിരുന്നു ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാനാണോ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാനാണോ ഡാറ്റ? പെർമനന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. അതായത് കറണ്ട് പവർ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാലും അതിന്റെ ഡാറ്റ അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഹാർഡ് ഡിസ്കിനെ നമുക്ക് എങ്ങനെ പാർട്ടീഷൻ ചെയ്യാന്നാണ് നമ്മൾ നോക്കാൻ പോണത്. ഓക്കെ, ഹാർഡ് ഡിസ്ക് പാർട്ടീഷനിങ് എന്ന് പറഞ്ഞാല് ആ ഫിസിക്കൽ ഹാർഡ് ഡിസ്കിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മൾട്ടിപ്പിൾ ലോജിക്കൽ ഡ്രൈവുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇതാണ് ഇപ്പൊ ഒരു ഹാർഡ് ഡിസ്കിന്റെ പിക്ചർ കാണുന്നില്ല. നമ്മൾ ഹാർഡ് ഡിസ്കിന്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതായിരുന്നു, ഓർമ്മയില്ലേ? എന്താണ് ട്രാക്ക്, എന്താണ് സെക്ടർ, റീഡ് റൈറ്റ് ഹെഡ്, ഓർമ്മണ്ടാ? പ്ലേറ്റർ എന്താണ്? അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പ്ലേറ്റ്, അതാണ് ഒരു ഹാർഡ് ഡിസ്ക്. ഇതിപ്പോ ഒരു പ്ലേറ്റർ ആണെന്ന് വിചാരിച്ചോ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പല പല പാർട്ടീഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിന് പറയുന്ന പേരാണ് ഹാർഡ് ഡിസ്ക് പാർട്ടീഷനിങ്. അതായത് ഇപ്പൊ നിങ്ങൾ ഒരു സിസ്റ്റം ഓൺ ആക്കി കഴിഞ്ഞാൽ അതിൽ സി ഡ്രൈവ്, എഫ് ഡ്രൈവ്, ഇ ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഡ്രൈവുകൾ കാണാൻ പറ്റൂലേ. അപ്പൊ അതിന് പറയുന്ന പേരാണ് പാർട്ടീഷൻ. അങ്ങനെ ഈ പാർട്ടീഷൻ ചെയ്യേണ്ടത് എന്തിനായിരിക്കും, നമുക്ക് ഓരോ പാർട്ടീഷൻ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ എടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഒരു ഹാർഡ് ഡിസ്ക് അല്ലെന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിന്റെ ഇമ്പോർട്ടന്റ് പാർട്ടാണ്. ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പവർ സപ്ലൈ ഓഫ് ആക്കി കഴിഞ്ഞാലും ഡാറ്റ അവിടെ തന്നെ സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഹാർഡ് ഡിസ്കിനെ നമ്മൾ പാർട്ടീഷൻ ചെയ്യുമ്പോൾ ഓരോ പേരുകൾ CFE അങ്ങനെ ഓരോ ലെറ്റർ നെയിമുകൾ കൊടുത്തിട്ടാണ് പാർട്ടീഷൻ ചെയ്യുക. അതല്ലാതെ നമുക്ക് കൊടുക്കട്ടെ, പൊതുവെ നമ്മൾ അതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഫിസിക്കൽ ഹാർഡ് ഡ്രൈവിനെ മൾട്ടിപ്പിൾ ലോജിക്കൽ സെക്ഷൻസ് ആക്കി, അതായത് ഇതാണ് ലോജിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഓരോന്ന് ലോജിക്കലി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പാർട്ടീഷൻസ്. എന്താണ് പാർട്ടീഷൻ എന്ന് പറഞ്ഞാല് ഡിവൈഡിങ് എ ഫിസിക്കൽ ഹാർഡ് ഡ്രൈവ് ഇൻടു മൾട്ടിപ്പിൾ ലോജിക്കൽ സെക്ഷൻസ്. ഓക്കെ, എന്താണ് ഹാർഡ് ഡിസ്ക് പാർട്ടീഷനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹാർഡ് ഡിസ്ക് പാർട്ടീഷനിങ്? ഒരു ഹാർഡ് ഡിസ്കിനെ ഫിസിക്കൽ ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാർഡ് ഡിസ്ക് ശരിക്കും എക്സിസ്റ്റ് ചെയ്യാൻ കാണാൻ പറ്റൂല. ഇങ്ങനെയുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹാർഡ് ഡിസ്കിന് ലോജിക്കലി, പക്ഷെ ഈ ലോജിക്കലി ഡിവൈഡ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുമോ? ഇതിപ്പോ ഇതിലൊരു പിക്ചോറിക്കലി ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തെന്നുള്ളൂ. ഈ CFE എന്നൊക്കെ പറയുന്നത് നമുക്ക് ആ ഹാർഡ് ഡിസ്കിന്റെ അകത്ത് കാണാൻ പറ്റുമോ? CFE എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലല്ലോ. അതാണ് ലോജിക്കൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മൾട്ടിപ്പിൾ ലോജിക്കൽ സെക്ഷൻ. അതായത് നമ്മൾ അങ്ങനെ ലോജിക്കലി നമ്മൾ അങ്ങനെ ഒരു ഇമാജിനറി കൺസെപ്റ്റിൽ നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെ പറയുന്ന പേരാണ് പാർട്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ അകത്ത് മെയിൻ ആയിട്ട് നമുക്ക് ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഒരു സിസ്റ്റം ഇപ്പൊ നിങ്ങൾ പർച്ചേസ് ചെയ്യണം, പുതിയൊരു സിസ്റ്റം നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിന്റെ ഹാർഡ് ഡിസ്ക് പാർട്ടീഷൻ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ എന്ത് ചെയ്യണം, അതിനെ പാർട്ടീഷൻ ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, പാർട്ടീഷൻ ചെയ്യണം. ഈ പാർട്ടീഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അതിന്റെ അകത്ത് ഡാറ്റ ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. നമ്മൾ പറഞ്ഞ ട്രാക്ക് ഉണ്ട്, ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ട്രാക്ക് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ ഓരോ സെക്ടേഴ്സ് ഉണ്ട്. ഈ സെക്ടേഴ്സിന്റെ ഉള്ളിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതൊക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ട്രാക്സും സെക്ടേഴ്സ് ഒക്കെ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം അതിനെ പാർട്ടീഷൻ ചെയ്യണം. പാർട്ടീഷൻ ചെയ്താലാണ് അത് ട്രാക്സും സെക്ടേഴ്സ് ഒക്കെ അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് 3 ടൈപ്പ് ഓഫ് പാർട്ടീഷനിങ് ആണുള്ളത്. എസെൻഷ്യൽ പ്രൈമറി പാർട്ടീഷൻ എന്ന് പറയും, മറ്റൊന്ന് എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻ, തേർഡ് വൺ ലോജിക്കൽ പാർട്ടീഷൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പ്രൈമറി പാർട്ടീഷൻ, എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻ ആൻഡ് ലോജിക്കൽ പാർട്ടീഷൻ. ഇങ്ങനെ 3 ടൈപ്സ് ഓഫ് പാർട്ടീഷനിങ് ആണുള്ളത്. അതിൽ ഓരോന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്തായിരുന്നു, പ്രൈമറി പാർട്ടീഷൻ. എന്താണ് പ്രൈമറി പാർട്ടീഷൻ എന്ന് പറഞ്ഞാല്,
നമ്മളെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ നമുക്കറിയാം നമ്മളെ ഹാർഡ് ഡിസ്കിന്റെ അകത്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ സേവ് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്തായിരുന്നു ബൂട്ടിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്? എന്തായിരുന്നു? എന്താണ് ബൂട്ടിംഗ്? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണ് ബൂട്ടിംഗ്? ബൂട്ടിങ്ങിന്റെ സമയത്ത് ആക്ച്വലി എന്താ അവിടെ നടക്കുന്നത്? സ്റ്റാർട്ട് ചെയ്യുമ്പോ എന്താ സംഭവിക്കുന്നത്? ആരാണ് ഫസ്റ്റ് ലോ ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡറി മെമ്മറിയിലായിരിക്കും നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സേവ് ചെയ്തിട്ടുണ്ടാവുക. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നമ്മൾ പ്രൈമറി മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബൂട്ടിംഗ് എന്ന് പറയാം അല്ലെ. അപ്പൊ നമ്മൾ ആ സെക്കൻഡറി മെമ്മറിന്റെ അകത്ത്, അതായത് സെക്കൻഡറി മെമ്മറി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്കിന്റെ അകത്ത് നമ്മളെ പ്രൈമറി പാർട്ടീഷനിലാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവുക. ഓക്കെ, പ്രൈമറി പാർട്ടീഷനിലാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതുപോലെ ഇമ്പോർട്ടന്റ് ഫയൽസ് ഒക്കെ, പ്രോഗ്രാം ഫയൽസ്, അങ്ങനെ ഉള്ള ഇമ്പോർട്ടന്റ് ഫയൽസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? പ്രൈമറി പാർട്ടീഷനിലാണ്. ഓക്കെ, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന ഏരിയ ആണ് പ്രൈമറി പാർട്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് 4 പ്രൈമറി പാർട്ടീഷൻസും വരെ വരാം, അല്ലെങ്കിൽ 3 പ്രൈമറി പാർട്ടീഷനും ഒരു എക്സ്റ്റൻഡഡ് പാർട്ടീഷൻ വരെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ബൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? പ്രൈമറി പാർട്ടീഷനിലാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ബൂട്ടിംഗ് നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡറി മെമ്മറി, നമ്മൾ ഹാർഡ് ഡിസ്കിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എടുത്തിട്ട് നമ്മൾ പ്രൈമറി മെമ്മറിയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ എവിടെയാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവുക? പ്രൈമറി പാർട്ടീഷനിലായിരിക്കും. ഹാർഡ് ഡിസ്കിലുള്ള പ്രൈമറി പാർട്ടീഷനിൽ പോയിട്ടാണ് ആദ്യം ചെക്ക് ചെയ്യുക. അവിടെ നിന്നാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എടുത്തിട്ട് മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്നത്. ക്ലിയർ അല്ലേ? ആണ് പ്രൈമറി പാർട്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രൈമറി പാർട്ടീഷൻ എന്ന് പറയാ. ക്ലിയർ? നെക്സ്റ്റ് ആണ് എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻ. എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു പ്രൈമറി പാർട്ടീഷൻ ചെയ്തു. എക്സാമ്പിൾ ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ നമ്മൾ ഹാർഡ് ഡിസ്ക് ധരിച്ചോ. ഫസ്റ്റ് നമ്മളൊരു പ്രൈമറി പാർട്ടീഷൻ ചെയ്തു. പിന്നെ വരുന്ന ആ ഒരു പോർഷൻ ഇവിടെ ഈ കാണുന്നില്ലേ, ഇത് മൊത്തത്തിൽ ഇതിന് പറയുന്ന പേരാണ് എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻ. ഓക്കെ, ഇത് പ്രൈമറി പാർട്ടീഷൻ ചെയ്തു. ഇവിടെ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ലോഡ് ചെയ്തു. പിന്നെ നമ്മൾ ഈ മൊത്തത്തിൽ വരുന്ന ഈ ഒരു പാർട്ടീഷനെ പറയുന്ന പേരാണ്, ഇതിനെ മൊത്തത്തിൽ നമ്മൾ പറയുന്ന പേരാണ് എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻ എന്ന് പറഞ്ഞാല് ഇവിടെ ഈ എക്സ്റ്റെൻഡഡ് പാർട്ടീഷനിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? നെക്സ്റ്റ് പാർട്ടീഷനായ ലോജിക്കൽ പാർട്ടീഷൻ ഒക്കെ ചെയ്യുന്നത്. ഇതൊരു കണ്ടെയ്നർ പോലെയാണ്. ഓക്കെ, ഇതൊരു വലിയൊരു ബോക്സ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻ ആക്കി കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ഉള്ളിലാണ് നമ്മൾ ഓരോ ഡ്രൈവുകളും ഓരോ പാർട്ടീഷൻ ചെയ്യണത്. ഓക്കെ, എക്സ്റ്റേണൽ പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടെയ്നർ പോലെയാണ്. അതിന്റെ അകത്താണ് ബാക്കിയുള്ള പാർട്ടീഷൻസ് എല്ലാം വരുന്നത്. എക്സ്റ്റേണൽ പാർട്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ എക്സ്റ്റേണൽ പാർട്ടീഷനെ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാക്കിയുള്ള പാർട്ടീഷൻ ആക്കിയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ലോജിക്കൽ പാർട്ടീഷൻ ആക്കുന്നത് അതിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ലോജിക്കൽ പാർട്ടീഷൻ എന്താ ഹോൾഡ് ചെയ്യാനുള്ള ഒരു പ്ലേസിനെയാണ് നമ്മൾ എന്ത് പറയാ? എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലോജിക്കൽ പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡഡ് പാർട്ടീഷന്റെ ഉള്ളിൽ നമ്മൾ മൾട്ടിപ്പിൾ പാർട്ടീഷൻ, നമ്മൾ ഇതിന്റെ അകത്താണ് ഇപ്പോ ഇ എ, അതുപോലെ ഡി എ, എഫ്, ഇങ്ങനെയുള്ള ഓരോ ഡ്രൈവുകളാക്കി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇവിടെ നമ്മൾ സി ഡ്രൈവ് ഉണ്ടാവും. ഓക്കെ, ഇതിനുള്ളിൽ വരുന്ന ഈ പാർട്ടീഷൻസ് ആണ് ലോജിക്കൽ പാർട്ടീഷൻ. ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി പറയണോ? പറയണോ? അപ്പം പാർട്ടീഷൻ നമുക്ക് 3 ടൈപ്സ് ഓഫ് പാർട്ടീഷൻ ഉണ്ട്. ഒന്ന് പ്രൈമറി പാർട്ടീഷൻ, മറ്റൊന്ന് എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻ, തേർഡ് വൺ ലോജിക്കൽ പാർട്ടീഷൻ. പ്രൈമറി പാർട്ടീഷൻ പറഞ്ഞാൽ ഈ ഒരു പാർട്ടീഷനുള്ളിലാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എന്ത് ചെയ്യുക? ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു കമ്പ്യൂട്ടർ ഓൺ ആക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നിർത്തി നമ്മൾ അങ്ങോട്ട് റാമിലേക്ക്, മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഫസ്റ്റ് ആ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ലോഡ് ആവണമെന്നുണ്ടെങ്കിൽ എവിടെ പോയിട്ട് ചെക്ക് ചെയ്യുക? പ്രൈമറി പാർട്ടീഷനിൽ പോയിട്ടാവും നോക്കുക. ഓക്കെ, അപ്പൊ പ്രൈമറി പാർട്ടീഷൻ, അതായത് ബൂട്ട് ലോഡർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഈ ഒരു ലോഡിങ് ചെയ്യുന്നതൊക്കെ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ബൂട്ട് ലോഡർ പ്രോഗ്രാം ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് എവിടെ ആയിരിക്കും? പ്രൈമറി പാർട്ടീഷനിലായിരിക്കും.
അപ്പൊ ഇവിടെ ഈ പ്രൈമറി പാർട്ടീഷനിലാണ് നമ്മൾ പറഞ്ഞത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്ന പാർട്ടീഷനാണ് പ്രൈമറി പാർട്ടീഷൻ. ഇതിന്റെ അകത്താണ് ബൂട്ടിംഗ് പ്രോസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പാർട്ടീഷനിൽ പോയിട്ടാണ്. ഓക്കെ, അപ്പൊ പ്രൈമറി പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത് എവിടെയാണോ അവിടെയാണ് നമ്മൾ പ്രൈമറി പാർട്ടീഷൻ എന്ന് പറയാ. ഓക്കെ, അപ്പൊ 3 പാർട്ടീഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പ്രൈമറി പാർട്ടീഷൻ. ഈ പ്രൈമറി പാർട്ടീഷനിലാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക, സേവ് ചെയ്തിട്ടുണ്ടാവുക. ഈ നെക്സ്റ്റ് ആണ് എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ പ്രൈമറി പാർട്ടീഷൻ കഴിഞ്ഞ് വരുന്ന ബാക്കിയുള്ള എല്ലാത്തിനും കൂടെ മൊത്തത്തിൽ പറയുന്ന പേരാണ് എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻ. ഓക്കെ, ഈ കാണില്ലേ ഞാനിപ്പോ റൗണ്ട് ചെയ്തിട്ടുള്ള ഇതിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻ. ഓക്കെ, ഒരു പ്രൈമറി ഉണ്ടാവും, പിന്നെ ഇതാണ് ഇപ്പൊ ഒരു എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻ. ഓക്കെ, ഇതിപ്പോ ഒരു പ്രൈമറി പാർട്ടീഷൻ ഉണ്ടാവും. ഇനി ഇതിന് ബാക്കി ഇരുന്ന ഇതിനെ മൊത്തത്തിൽ നമ്മൾ പറയുന്ന പേരാണ് എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻ. ക്ലിയർ ആയോ? ഇതിപ്പോ ഒരു ഹാർഡ് ഡിസ്ക് ആണെന്ന് വിചാരിച്ചോ, ഇത് പ്രൈമറി പാർട്ടീഷൻ, ഇവിടെയാണ് OS ഉണ്ടാവുക. ഇതിന് ബാക്കി വരുന്ന മൊത്തത്തിൽ പറയുന്ന പേരാണ് എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻ. ഈ എക്സ്റ്റെൻഡഡ് പാർട്ടീഷനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യും, അതിനെ പറയുന്ന പേരാണ് ലോജിക്കൽ പാർട്ടീഷൻ. ഇതിനാണ് നമ്മൾ ഓരോ ഡ്രൈവുകളാക്കിയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുക, EA DE F എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിനെ പറയുന്ന പേരാണ് ലോജിക്കൽ പാർട്ടീഷൻ. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ അതിന് ജസ്റ്റ് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു ഹാർഡ് ഡിസ്കിലെ പ്രൈമറി പാർട്ടീഷൻ ഉണ്ട്, പിന്നെ എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻ ഉണ്ട്. ഈ എക്സ്റ്റെൻഡഡ് പാർട്ടീഷന്റെ ഉള്ളിലാണ്, എക്സ്റ്റെൻഡഡ് പാർട്ടീഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ ലോജിക്കൽ പാർട്ടീഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എന്താണ് പാർട്ടീഷൻ? ഒരു ഹാർഡ് ഡിസ്കിനെ പാർട്ടീഷൻ ചെയ്യാന്ന് പറഞ്ഞ എന്താണ്, ഒരു ഫിസിക്കൽ ഹാർഡ് ഡ്രൈവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുപോലെ മൾട്ടിപ്പിൾ ലോജിക്കൽ സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 3 രീതിയിൽ ചെയ്യാം, പ്രൈമറി, എക്സ്റ്റെൻഡഡ് ആൻഡ് ലോജിക്കൽ. പ്രൈമറി പാർട്ടീഷന്റെ അകത്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവുക, പിന്നെ അതുപോലെ ആവശ്യമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള ഫയൽസുകളൊക്കെ പ്രൈമറി പാർട്ടീഷനിലാണ് ഉണ്ടാവല്. ഇനി സെക്കൻഡറി എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ ലോജിക്കൽ പാർട്ടീഷൻസിനെല്ലാം ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള, അതായത് പ്രൈമറി പാർട്ടീഷൻ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന സ്പേസിനെ നമ്മൾ എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻ എന്ന് പറയാം. എക്സ്റ്റെൻഡഡ് പാർട്ടീഷന്റെ ഉള്ളിലെ നമ്മൾ പിന്നെയാണ് എന്ത് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ ലോജിക്കൽ പാർട്ടീഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അവിടെയാണ് പിന്നെ നമ്മൾ ഡാറ്റ ഒക്കെ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് നമുക്ക് പാർട്ടീഷൻ ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സ്, ജസ്റ്റ് ഈ പേരുകൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കട്ടോ. അപ്പൊ വിൻഡോസിന്റെ അകത്താണെങ്കിൽ വിൻഡോസ് ഡിസ്ക് മാനേജ്മെന്റ്, അത് വെച്ചിട്ടാണ് നമ്മൾ പാർട്ടീഷൻ ചെയ്യണത്. ഓക്കെ, പാർട്ടീഷന്റെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് എങ്ങനെ ചെയ്യാന്നുള്ളത്. പിന്നെ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ F disk, പാർട്ടഡ്, GUI ടൂൾസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പാർട്ടീഷൻ ചെയ്യാറ്. മാക് OS, അതായത് ഐഫോണിന്റെ ഒക്കെ OS-ലാണെങ്കിൽ മീൻസ് ആപ്പിളിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ ഡിസ്ക് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് വെച്ചിട്ടാണ് നമ്മൾ പാർട്ടീഷൻ ചെയ്യാറുള്ളത്. ക്ലിയർ അല്ലേ? അപ്പൊ വിൻഡോസിലാണെങ്കിൽ ഡിസ്ക് മാനേജ്മെന്റ്, ഇത് ഞാൻ കാണിച്ചത് എങ്ങനെയാന്നുള്ളത്. പിന്നെ ലിനക്സിൽ F disk, മാക് OS-ൽ ഡിസ്ക് യൂട്ടിലിറ്റി. ഇതിനകത്ത് തന്നെ ഒരു പാർട്ടീഷൻ നമുക്ക് എന്ത് ചെയ്യണമെന്നെങ്കിൽ നമുക്ക് ഓരോരോ ഫയൽ ഡിഫറെന്റ് ഫയൽ സിസ്റ്റംസ് ഓരോ ഹാർഡ് ഡിസ്കിലും യൂസ് ചെയ്യാറുണ്ട്. അതായത് ഒരു ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു സെക്കൻഡറി ഡിവൈസ് അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിനകത്ത് നമ്മൾ ഏതൊക്കെ രീതിയിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാം, ഏതൊക്കെ രീതിയിൽ ഡാറ്റനെ ഓർഗനൈസ് ചെയ്യാം, എങ്ങനെയൊക്കെ നമുക്ക് ഡാറ്റനെ അവിടുന്ന് റിട്രീവ് ചെയ്യാം, എടുക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, ഒരു ഫയൽ സിസ്റ്റം അപ്രോച്ച് വെച്ചിട്ടാണ്. അതായത് നമ്മൾ ഹാർഡ് ഡിസ്കിനകത്ത് കുറെ ഡാറ്റാസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സ്റ്റോർ ചെയ്യാൻ വേണ്ടി കുറച്ച് മെത്തേഡ്സും കാര്യം, നമുക്ക് വെറുതെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുന്നില്ല, അതിന് ഓരോ മെത്തേഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ രീതിയിൽ ഡാറ്റനെ സ്റ്റോർ ചെയ്യാം, എങ്ങനെയൊക്കെ അവിടെ സ്റ്റോർ ചെയ്ത ഡാറ്റ ഏതൊക്കെ രീതിയിൽ റീഡ് ചെയ്യാം, അതിന് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്, ഫയൽ സിസ്റ്റം മെത്തേഡ്സ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ മെത്തേഡ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പേര് ഓർത്ത് വെക്കുക. വിൻഡോസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫയൽ സിസ്റ്റം മെത്തേഡാണ് NTFS, ന്യൂ ടെക്നോളജി ഫയൽ സിസ്റ്റം. അതുപോലെ FAT32, ഇത് ആദ്യകാലങ്ങളിൽ യൂസ് ചെയ്തിരുന്നതാണ് FAT, ഇപ്പൊ NTFS ആണ് യൂസ് ചെയ്യുന്നത്. ഫയൽ അലോക്കേഷൻ ടേബിൾ 32 എന്ന് പറയാറുണ്ട്. പിന്നെ അതുപോലെ ലിനക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് EXT4, ഫോർത്ത് എക്സ്റ്റെൻഡഡ് ഫയൽ സിസ്റ്റം. ഈ പേര് ഓർത്ത് വെക്കട്ടെ, അത് സാധാരണ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ലിനക്സിലെ ഫയൽ സിസ്റ്റം ഫോർമാറ്റ് ഏതാണ്, EXT4, ഫോർത്ത് എക്സ്റ്റെൻഡഡ് ഫയൽ സിസ്റ്റം. അതായത് ആ ഫയലൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്. ക്ലിയർ അല്ലേ പറഞ്ഞേ? അല്ലേ? പാർട്ടീഷനും ക്ലിയർ അല്ലേ? അതുപോലെ ഈ പേരുകൾ നിങ്ങൾ ജസ്റ്റ് പഠിച്ചു വെക്കട്ടോ. ഇതിപ്പോ പാർട്ടീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഹാർഡ് ഡിസ്ക് പാർട്ടീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ എഴുതുക, പിന്നെ ടൈപ്സ് എഴുതുക, അതിന്റെ പിക്ചർ വരയ്ക്കുക. നിങ്ങൾക്ക് 10 മാർക്കിനേക്കാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഹാർഡ് ഡിസ്ക്, അതിന്റെ പിക്ചറും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാം, എക്സാമിന് എഴുതട്ടാ.
പിന്നെ ഈ പേരുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. പാർട്ടീഷൻ ചെയ്യാനുള്ള മെത്തേഡ്സ് വിൻഡോസിൽ ഡിസ്ക് മാനേജ്മെന്റ് ആണ്, ലിനക്സിൽ ഏതാന്നുള്ളത്, പിന്നെ ഫയൽ സിസ്റ്റം ഏതാന്നുള്ളതും ജസ്റ്റ് പഠിച്ചു വെക്കുക. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എങ്ങനെയാണ് പാർട്ടീഷൻ ചെയ്യാന്നുള്ള ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണുള്ളത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യാ, സ്റ്റാർട്ടിൽ പോവാ. നോട്ട് ചെയ്ത് വെച്ചോട്ടാ. നിങ്ങൾ നോട്ട് ഇതിന് സ്ലൈഡിന്റെ കൂടെ ആഡ് ചെയ്യുന്നില്ല. കൺട്രോൾ പാനലിൽ പോവാ. കൺട്രോൾ പാനലിൽ നിങ്ങൾക്ക് വിൻഡോസ് ടൂൾസ് എടുക്കുക. വിൻഡോസ് ടൂൾസ്. ഓക്കെ, വിൻഡോസ് ടൂൾസ് എടുത്തു കഴിഞ്ഞാൽ അതിലെ കമ്പ്യൂട്ടർ മാനേജ്മെന്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിയർ ആവണില്ലേ? കാണുന്നില്ലേ? കൺട്രോൾ പാനലില് വിൻഡോസ് ടൂൾസ്, കമ്പ്യൂട്ടർ മാനേജ്മെന്റ്. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് വരും. ഇതിന്റെ അകത്ത് ഇവിടെ കാണാൻ പറ്റും ഡിസ്ക് മാനേജ്മെന്റ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടൂളിന്റെ പേര്. ഡിസ്ക് മാനേജ്മെന്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാർട്ടീഷൻ ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, ക്ലിയർ അല്ലേ? കാണുന്നില്ലത്? അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു ഹാർഡ് ഡിസ്കിനെ ഇപ്പൊ ഇതിന്റെ അകത്ത് കാണാൻ പറ്റും വിൻഡോസ് സി അലോക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ് ബ്ലൂ കളറിൽ കാണാൻ പറ്റുന്നത്. പിന്നെ അൺഅലോക്കേറ്റഡ് ആയിട്ട് കിടക്കുന്നതാണ് ഈ ബ്ലാക്ക് കളറിൽ. അപ്പൊ ഇവിടെ പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാർട്ടീഷൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു സിസ്റ്റം പുതുതായിട്ട് വാങ്ങിക്കുന്ന സമയത്ത് ഇവിടെ എല്ലാം ബ്ലാക്ക് ആയിരിക്കും, ഫുള്ള് അൺഅലോക്കേറ്റഡ് ആയിരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ആ ഡിസ്കിനെ നമ്മൾ പാർട്ടീഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് എടുക്കുക എന്നുള്ളത് കറക്റ്റ് നോക്കി വെക്കുക. എങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കൺട്രോൾ പാനലില്, പിന്നെ കൺട്രോൾ പാനലിൽ ഏതെടുത്തത് ഇങ്ങനെ വിൻഡോസ് ടൂൾസ് എടുത്തു. പിന്നെ ഏതെടുത്തു, കമ്പ്യൂട്ടർ മാനേജ്മെന്റ് എടുത്തു. അതിന് ലെഫ്റ്റ് സൈഡില് സ്റ്റോറേജില് ഡിസ്ക് മാനേജ്മെന്റ് എടുത്തു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് പാർട്ടീഷൻ വിൻഡോസ് ടൂൾസ്, കമ്പ്യൂട്ടർ മാനേജ്മെന്റ്, സ്റ്റോറേജില് ഡിസ്ക് മാനേജ്മെന്റ്. ഓക്കെ, നമുക്കിനി വേറെ രീതിയിൽ എടുക്കാം. നമ്മൾ എളുപ്പമുള്ള വഴി അത് ഞാൻ കാണിച്ചു തരാം. ഇത് ക്ലിയർ അല്ലേ? ഇത് പാർട്ടീഷൻ ചെയ്യുന്ന വീഡിയോ നമുക്ക് കാണിച്ചു തരണോ? വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. വേണോ? കാണില്ലേ നിങ്ങക്ക്? അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് പാർട്ടീഷൻ ചെയ്യണം എങ്ങനെയാ വെച്ചാല്, ഫസ്റ്റ് ഇതാണ് പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ലേ? ഇതിങ്ങനെ പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ ഡ്രൈവ് ആയിട്ട് മാറുക ചെയ്യുന്നത് അല്ലെ. സി ഡ്രൈവ്, ഇ ഡ്രൈവ്, അതുപോലെ എഫ് ഡ്രൈവ്, ഇങ്ങനെ ഒരുപാട് ഡ്രൈവുകളായിട്ടാണ് ഇത് മാറുന്നത്. ഓക്കെ, ഇതിനാണ് നമ്മൾ എന്ത് പറയാ, പാർട്ടീഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് നമുക്ക് വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ദിസ് പീസ് എടുക്കുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മാനേജ് ഓപ്ഷൻ എടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ ദിസ് പി സി അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടർ ആവട്ടോ, ഓരോ സിസ്റ്റത്തിന് വ്യത്യാസം ഉണ്ടാവും. ദിസ് പി സി റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മാനേജ്. നിങ്ങൾ എഴുതി വെക്കട്ടാ പറയുന്ന കാര്യങ്ങൾ. ദിസ് പി സി റൈറ്റ് ബട്ടൺ മാനേജ്. അപ്പൊ ഇതിൽ നമുക്ക് കാണാൻ പറ്റും സ്റ്റോറേജ്, അതിൻ്റെ അകത്ത് ഡിവൈസ്, ഡിസ്ക് മാനേജ്മെന്റ് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഡിസ്ക് മാനേജ്മെന്റ് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെയുണ്ട്, ഓരോ ഡ്രൈവുകളാക്കി ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സി ഡ്രൈവ്, എഫ് ഡ്രൈവ്, ഇ ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡ്രൈവ്സ് ഉണ്ട് അല്ലെ. ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്, പാർട്ടീഷൻ എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ബ്ലൂ കളറിൽ കാണുന്നതാണ് എന്താ അലോക്കേറ്റ് ചെയ്തിട്ട്, അതായത് ഓൾറെഡി അലോക്കേറ്റ് ചെയ്തതാണ്. ബ്ലാക്ക് ആണെങ്കിൽ അത് അലോക്കേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് ഇപ്പൊ എഫ് ഉണ്ട്, അതേപോലെ ന്യൂ വോളിയം ഇ ഉണ്ട് അല്ലെ. അങ്ങനെ ഒരുപാട് ഡ്രൈവുകളാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇനി എങ്ങനെ എന്ത് ചെയ്യാ, സ്പ്ലിറ്റ് ആയത്. ഇപ്പൊ ഈ ഡ്രൈവിൽ ഇപ്പൊ ഒരുപാട് മെമ്മറീസ് ഉണ്ട്, ഒരുപാട് ഡാറ്റ മെമ്മറി ഉണ്ട്. അതിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഷ്രിങ്ക് വോളിയം എടുക്കുക.
ഓക്കെ, ഈ ഡ്രൈവിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഷ്രിങ്ക് വോളിയം എന്നുള്ളത് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ക്ലിയർ അല്ലേ പറഞ്ഞത്? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അപ്പൊ ഷ്രിങ്ക് വോളിയം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ടോട്ടൽ സൈസ് ബിഫോർ ഷ്രിങ്ക്, അതായത് ഷ്രിങ്ക് ചെയ്യുന്നതിന്റെ മുന്നേ, അതായത് നമ്മളിപ്പോൾ പാർട്ടീഷൻ ചെയ്യാൻ പോകുന്നത് ഈ ഡ്രൈവിനെ നമ്മൾ വേറെയും ഒരു ഡ്രൈവും കൂടെ ആക്കി പാർട്ടീഷൻ ചെയ്യാണ്. അപ്പൊ അതിന്റെ മുന്നേ എത്ര വോളിയം ഉണ്ടെന്ന് ഇവിടെ കാണിക്കാൻ പറ്റും, ഇത് കാണാൻ പറ്റും. ഇതിനകത്ത് പിന്നെ കാണാൻ പറ്റും ഇവിടെ എത്ര സ്പേസ് ഫ്രീ ആയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, ഈ ഒരു ഈന്റെ അകത്ത് എത്ര സ്പേസ് ഫ്രീ ആയിട്ടുള്ളതും ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യണം, നമ്മൾ ഈനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് വേറെ ഡ്രൈവും കൂടെ ആക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് എത്ര മെമ്മറി വേണം അല്ലെങ്കിൽ എത്ര എമൗണ്ട് വേണം എന്നുള്ളത് നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാം. നമ്മൾ സാധാരണ നമുക്കറിയാം മെമ്മറിനെ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് MB അല്ലെങ്കിൽ GB വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് വോളിയത്തിന്റെ അകത്ത് നമുക്ക് 390.46 GB ആണ് NTFS ഫയൽ സിസ്റ്റം ഇവിടെ യൂസ് ചെയ്യുന്നത് ഇവിടെ ഉള്ളത്. ഇതിന്റെ അകത്ത് എന്താ ഇത്രയും സ്പേസ് ആണ് നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഫ്രീ ആയതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേറൊരു പാർട്ടീഷനും കൂടെ വേറൊരു പാർട്ടീഷൻ വെച്ചതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോണത്, അതായത് വേറൊരു ഡ്രൈവ് ആക്കിയിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോണത്. അപ്പൊ നമുക്കിതിൽ എത്ര എമൗണ്ട് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, ആ പുതിയ ഡ്രൈവിലേക്ക് മാറ്റേണ്ടത്, അത് ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കും. എൻ്റർ ദ എമൗണ്ട് ഓഫ് സ്പേസ് ടു ഷ്രിങ്ക് ഇൻ MB, എത്ര MB ആണ് നമുക്ക് ഷ്രിങ്ക് ചെയ്യേണ്ടത്, സ്പ്ലിറ്റ് ചെയ്തെടുക്കേണ്ടത്, അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഫ്രീ ആയിട്ട് ഇത്രയും 3,00,000 സംതിങ് ഇവിടെ ഫ്രീ ആയിട്ടുണ്ട്. ഇതിൽ എത്ര MB ആണ് നമുക്ക് പുതിയ ഡ്രൈവിലേക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ 1,50,000 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 149 GB നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ ഒരു ഡ്രൈവിലായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ക്ലിയർ ആവണല്ലേ പറഞ്ഞത്? നോട്ട് എഴുതി വെക്കട്ടാ. ക്ലിയർ അല്ലേ? പറഞ്ഞ ക്ലിയർ ആവണില്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഷ്രിങ്ക് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ എന്തായി, ഈ വന്ന് ഈ ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് കുറഞ്ഞ് ഇതിന്റെ കുറച്ച് പോർഷൻ എടുത്ത് നമ്മൾ എങ്ങോട്ട് കൊടുത്തു, ഇങ്ങോട്ട് വേറൊരു അൺഅലോക്കേറ്റഡ് സ്പേസ്. ഇതിപ്പോ ഫസ്റ്റ് നമ്മൾ ഷ്രിങ്ക് ചെയ്യുന്ന സമയത്ത് അൺഅലോക്കേറ്റ് ആയിട്ടാവും കൊടുക്കുക, അതായത് ഇവിടെ ഫ്രീ സ്പേസ് ആയിട്ടാവും കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഏതെങ്കിലും ഡ്രൈവിന്റെ നെയിം നമുക്ക് ഇതിലേക്ക് അസൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈന്ന് കുറച്ച് പോർഷൻ നമ്മൾ എടുത്തു. ഇനി ഡ്രൈവ് അസൈൻ ചെയ്യാൻ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇതിൽ ന്യൂ സിമ്പിൾ വോളിയം എടുക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിസാർഡ് വരും. ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യുക, നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അവിടെ ടൈപ്പ് ചെയ്ത 1,50,000 അത്രയൊക്കെ തന്നെയാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കും, അതായത് പുതുതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഡ്രൈവിൽ. അപ്പൊ നെക്സ്റ്റ് അടിക്കുക. പിന്നെ നമുക്ക് ഏതെങ്കിലും ഡ്രൈവിന്റെ പേര് നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ CD, നമുക്ക് ഏതെങ്കിലും ഡ്രൈവിന്റെ പേര് അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പേരായിട്ട് തന്നെ കൊടുക്കും ചെയ്യാം. നെക്സ്റ്റ് അടിക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫയൽ സിസ്റ്റം കണ്ടില്ല, NTFS ഫയൽ സിസ്റ്റം ആണ്, ടെക്നോളജി ഫയൽ സിസ്റ്റം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഫോർമാറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡ്രൈവിന്റെ പേര് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള പേര് കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പൊ ന്യൂ വോളിയം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കും. നമ്മുടെ ഡാറ്റ എന്നുള്ള പേരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡാറ്റ എന്ന് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ടെക്സ്റ്റ് അടിക്കുക. ഓക്കെ, ഇതായിരിക്കും ആ ഡ്രൈവിന്റെ പേര്. എന്നിട്ട് നമ്മൾ ഫിനിഷ് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായി, എന്താ ഡാറ്റ എന്ന പേരിൽ പുതുതായിട്ടൊരു ഡ്രൈവ് ഉണ്ടായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, മൈ കമ്പ്യൂട്ടറിൽ ജസ്റ്റ് നിങ്ങൾ പോയി നോക്കുക, ദിസ് PC-യിൽ എന്താ ഇവിടെ ഡാറ്റ എന്ന് പറയുന്ന പുതിയ പേരിലൊരു ഡ്രൈവ് ക്രിയേറ്റ് ചെയ്തു. ക്ലിയർ ആയോ? അപ്പൊ ന്യൂ വോളിയത്തിൽ നിന്ന് നമ്മൾ കുറച്ച് മെമ്മറി എടുത്തുകൊണ്ട് ഡി ഡ്രൈവിലെ ഡാറ്റ എന്ന പേരിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു പുതുതായിട്ടുള്ള ഒരു ക്രിയേറ്റ് ചെയ്ത ഒരു ഡ്രൈവ്, ഒരു പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് പറഞ്ഞത്? ഹലോ, പറഞ്ഞ ക്ലിയർ ആവുന്നില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് റിമൂവ് ചെയ്യണം. ഇതിനെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഈ ഡാറ്റമ്മ പോയിട്ട് എന്ത് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡിലീറ്റ് വോളിയം കൊടുക്കുക. ഓക്കെ, നമ്മൾ പാർട്ടീഷൻ നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് വോളിയം കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡിലീറ്റ് ചെയ്യണം. നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡാറ്റ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ ബാക്കപ്പ് ചെയ്തിട്ട് വേണം, എവിടെയെങ്കിലും സ്റ്റോർ ചെയ്തിട്ട് വേണം ഡിലീറ്റ് ചെയ്യാൻ. ഓക്കെ, യെസ് കൊടുക്കുക. അപ്പൊ എന്തായി, ഇവിടെ ബ്ലാക്ക് ആയത് കുറച്ച് സ്പേസ് അവിടെ റിലീസായി. പക്ഷെ ഇത് അൺഅലോക്കേറ്റഡ് ആണ്, ഇതിപ്പോ ആർക്കും അലോക്കേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ എവിടുന്ന അതിനെടുത്തത്, ന്യൂ വോളിയം ഈന്റെ അകത്തു നിന്നാണ് നമ്മൾ ഇത്രയും സ്പേസ് ഫ്രീ ആക്കി വിട്ടത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഈയിലേക്ക് തന്നെ ഇതിനെ വീണ്ടും അസൈൻ ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിച്ചു. അത് ഈ ഫ്രീ സ്പേസിനെടുത്തിട്ട് ഈ ഈയിലേക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈല് പോയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം,
റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എക്സ്റ്റെൻഡ് വോളിയം എടുക്കുക. ഓക്കെ, അതിന് പോയിട്ട് എക്സ്റ്റെൻഡ് വോളിയം എടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വിസാർഡ് വരും. ഇതിൻ്റെ അകത്ത് നമുക്ക് എത്ര സ്പേസ് ആണോ 1,50,000 MB, അതാണ് ഓൾമോസ്റ്റ് ഇത്ര GB ആയിരിക്കും അത് ഉണ്ടാവുക. അതിൽ അത് സെലക്ട് ചെയ്യുക, എത്രയാണോ ഉള്ളത് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഫിനിഷ് കൊടുക്കുക. അപ്പം എന്തായിരിക്കും ഇവിടെ ഉള്ള അൺഅലോക്കേറ്റഡ് സ്പേസ് നേരെ ഇതിലേക്ക് തന്നെ നമ്മൾ തിരിച്ച് എടുത്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? പറഞ്ഞേ ക്ലിയർ അല്ലേ?